ഹലോ ഗൈസ്, ഇൻഫിനിറ്റിയുടെ പ്രീ ആൻഡ് പോസ്റ്റ് മാർക്കറ്റ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ മാർക്കറ്റ് ഒരു 567 പോയിന്റ് ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ചെയ്തത്. സോ നമ്മുടെ ലൈൻസിനെ റെസ്പെക്റ്റ് ചെയ്യുന്നവരെടുത്ത് നമ്മൾ ട്രേഡ് എടുക്കാമെന്ന് കരുതി. അതായത് മാർക്കറ്റ് താഴോട്ട് വന്ന് 22,750 വരുവാണെങ്കിൽ 750 സപ്പോർട്ട് എടുക്കുന്നതെങ്കിൽ മുകളിലോട്ടും, 750 സപ്പോർട്ട് എടുത്തില്ല താഴോട്ടാണെങ്കിൽ 750 നിന്നൊരു PM എടുക്കാമെന്ന് കരുതി. മാർക്കറ്റിന് മുകളിലോട്ട് പോവുകയാണ് 22,900 ഒരു സപ്പോർട്ട് എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ നന്നായിട്ട് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 22,900 മുകളിലോട്ടുള്ള ട്രേഡും, അല്ല 22,900 എത്തിയിട്ട് സസ്റ്റെയിൻ ചെയ്യുന്നില്ല താഴേക്കാണെങ്കിൽ അവിടെ നിന്നുള്ള ട്രേഡും എടുക്കാമെന്ന് കരുതി. സോ നമ്മൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്തു. അതാണ്ട് 22,900 സസ്റ്റെയിൻ ചെയ്യാതെ മാർക്കറ്റ് താഴേക്ക് വന്നു. പക്ഷേ ഇവിടെ നല്ലൊരു വലിയ ക്യാൻഡിലാണ് നമുക്ക് വന്നത്. സോ അവിടെ മാർക്കറ്റ് താഴേക്ക് പോവുകയാണെന്ന്, അല്ലെങ്കിൽ ഒരു സെല്ലിംഗ് പ്രഷറിൻ്റെ സൂചന നമുക്ക് കിട്ടിയെങ്കിലും ഇവിടെ നമ്മൾ ട്രേഡ് എടുത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഇവിടെ ട്രേഡ് എടുത്താൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് വളരെ വലുതായിരിക്കും. സോ അതുകൊണ്ട് നമ്മൾ വീണ്ടും മാർക്കറ്റ് വെയിറ്റ് ചെയ്തു. മാർക്കറ്റ് വീണ്ടും 22,900 നിന്ന് ഇവിടെ റിജക്റ്റ് ചെയ്തപ്പോൾ നമ്മളിവിടെ ഒരു ട്രേഡ് എടുത്തു. ഇവിടെ ആകുമ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് വളരെ ചെറുതാണ്. സോ നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് ഇവിടെ അച്ചീവ് ചെയ്യാൻ സാധിച്ചു. പിന്നെ നമ്മുടെ രണ്ടാമത്തെ ട്രേഡ് വന്നത് ഈ P ആണ്. വീണ്ടും 22,900 വന്നിട്ട് റിവേഴ്സ് വന്നു. സോ നമ്മൾ ഇവിടെയും ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തിരുന്നു. നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് ഇവിടെയും എടുക്കാനായിട്ട് സാധിച്ചു. ഇങ്ങനെ 2 ട്രേഡായിരുന്നു ഇന്നത്തെ ദിവസം നമുക്കുണ്ടായിരുന്നത്. സോ നമ്മൾ നാളത്തെ ഒരു വ്യൂയിലോട്ട് വരുവാണെങ്കിൽ നമ്മുടെ ലെവൽസിൽ നമ്മൾ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. നമ്മൾ ലെവൽസൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. സോ നമ്മുടെ ലെവലുകൾ ഇങ്ങനെയാണെങ്കിലും ന്യൂസിന് ബേസ് ചെയ്തായിരിക്കും എപ്പോഴും മാർക്കറ്റ് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ പോകുന്നത്. സോ ഇന്ന് രാത്രിയിൽ ട്രംപിൻ്റെ അനൗൺസ്മെൻ്റ് ഉണ്ട്, അതിനനുസരിച്ച് ആയിരിക്കും നമ്മുടെ ട്രേഡ് പോകുന്നത്. സോ ചിലപ്പോൾ നല്ലൊരു ഗ്യാപ്പ് അപ്പോ ഗ്യാപ്പ് ഡൗണോ വരുവാണെങ്കിൽ നമ്മുടെ ലെവലിന് അടുത്തായിട്ട് നമുക്കൊരു ട്രേഡ് കിട്ടുവാണെങ്കിൽ മാത്രമേ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. നമ്മുടെ ലെവൽസ് ഇങ്ങനെയാണ്. മാർക്കറ്റ് 22,600-നും 750-നും ഇടയിലാണെങ്കിൽ 22,600 സസ്റ്റെയിൻ ചെയ്യുവാണെങ്കിൽ മുകളിലോട്ട് 22,750 വരെ ഒരു ട്രേഡ് എടുക്കാവുന്നതാണ്. അല്ല 22,600 സസ്റ്റെയിൻ ചെയ്തില്ല, ഡൗൺ ട്രെൻഡ് ആണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് 22,465, സെക്കൻഡ് ടാർഗറ്റ് 22,290 ആണ്. ഇനി മാർക്കറ്റ് 22,750 മുകളിലായിട്ടാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ 750 സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. 750 സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് 22,900, സെക്കൻഡ് ടാർഗറ്റ് 23,000. ഇങ്ങനെയാണ്. ഇനി നല്ലൊരു വലിയ ഗ്യാപ്പ് അപ്പ് 23,000-ന് മുകളിലൊക്കെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ 23,000 സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. 23,000 സസ്റ്റെയിൻ ചെയ്യുവാണെങ്കിൽ അടുത്ത നമ്മുടെ ടാർഗറ്റ് 23,300, അടുത്തത് 23,500. ഇങ്ങനെയാണ്. സോ മാർക്കറ്റ് എപ്പോഴും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എപ്പോഴും ന്യൂസ് ബേസ്ഡ് ആയിരിക്കും. നമ്മുടെ ലെവൽസിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. പക്ഷെ നമുക്ക് ചെറിയ സ്റ്റോപ്പ് ലോസ് വരുന്ന ലെവൽസിനടുത്ത് വരുമ്പോൾ ഒരു ചെറിയ സ്റ്റോപ്പ് ലോസ് വരുമ്പോൾ ചെറിയ റിസ്കിൽ നമുക്ക് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോ ചെയ്തിരുന്നില്ല. അതായത് മാർച്ച് 25, 27, 30 നമ്മൾ വീഡിയോ ചെയ്തിരുന്നില്ല. മാർച്ച് 25-ന് വീഡിയോ ചെയ്യാതിരുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ മാർക്കറ്റിൻ്റെ ആ ഒരു അപ് ട്രെൻഡ് നമുക്ക് എന്തുകൊണ്ടാണ് റീസൺ, അല്ലെങ്കിൽ അത് എക്സ്പെക്റ്റ് ചെയ്യാത്തതായിരുന്നു. അതുകൊണ്ട് പിറ്റേ ദിവസത്തേക്ക് നമുക്കൊരു നല്ല വ്യൂ ഉണ്ടായിരുന്നില്ല. മാർച്ച് 25-ന് നമുക്കൊരു ചെറിയ സ്റ്റോപ്പ് ലോസ് ആയിരുന്നു. 565 രൂപയുടെ സ്റ്റോപ്പ് ലോസ് ആയിരുന്നു അടിച്ചത്, നെഗറ്റീവ് ആയിരുന്നു. മാർച്ച് 27-നും നമ്മുടെ വ്യൂവിന് ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിന് ഓപ്പോസിറ്റായിട്ടാണ് സംഭവിച്ചത്. അന്നും നമുക്കൊരു നെഗറ്റീവ് റിസൾട്ടായിരുന്നു. നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചിരുന്നു. അടുത്ത മാർച്ച് 30-ന് നമുക്ക് ഒരു പ്രോഫിറ്റബിൾ ഡേ ആയിരുന്നു. സോ അതുമല്ല, ഇതിനിടയ്ക്ക് വരുന്ന ഹോളിഡേയ്സ് നമ്മുടെ ലെവൽസിനെ നന്നായിട്ട് അഫക്റ്റ് ചെയ്യും. കാരണം നമ്മുടെ ആക്യുറസി കുറയും. ഇടയ്ക്ക് ഇങ്ങനെ അവധി വരുമ്പോൾ അന്നത്തെ ന്യൂസ് എല്ലാം അഫക്റ്റ് ചെയ്യുകയും, അതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ടൊരു വ്യൂ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ കുറച്ച് ദിവസം നമ്മൾ വീഡിയോ ചെയ്യാതിരുന്നത്. തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മുടെ വീഡിയോ കൃത്യമായി കാണുന്നതായിരിക്കും. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തേക്കാം. അതിലൊരു മെസ്സേജ് അയച്ചിരുന്നാൽ മതി. ഓക്കെ, എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു.